എന്ത് വെഡിത്തര ചേച്ചി ചെയ്യും? എന്താ അതിന്റെ ആവശ്യം? എന്തിനപ്പ ഈ വീട് ഭാഗം വെച്ചിട്ട് 2 മക്കൾക്കും കൊടുക്കണം? ചേട്ടാ എനിക്കാണെങ്കിൽ കൈകാലും മുട്ടും എന്ന് വേണ്ട, എനിക്ക് തീരെ വയ്യ. അപ്പൊ പിന്നെ ഈ സ്വത്തിന് വേണ്ടിയിട്ട് 2ഉം കൂടെ തമ്മിൽ തല്ലി ചാവണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവർക്ക് എഴുതി കൊടുത്താൽ അവരെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുമല്ലോ. അതല്ലേ നല്ലത്, തമ്മിൽ തല്ലി ചാവുന്നതിനേക്കാളും. മക്കളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഇതൊക്കെ പറയും, പക്ഷെ മക്കൾ തിരിച്ചു നോക്കിയില്ലെങ്കിലോ? ചേട്ടാ എന്റെ മക്കൾ എന്നെ അല്ലാതെ പിന്നെ ആരെ നാട്ടുകാരെ നോക്കാൻ പോണ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ മക്കള്. ഞാൻ അങ്ങനെയാ അവരെ വളർത്തിയെടുത്തത്. ഇപ്പൊ ഈ മക്കള് ചേച്ചീനെ സ്നേഹിക്കണം എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? കയ്യിലുള്ള സ്വത്ത് കണ്ടിട്ട്. നീ ആവശ്യമില്ലാത്തത് പറയരുതേ. നീ നിന്റെ കാര്യം നോക്കി പോവലും. ഞാൻ നാട്ടിലുള്ള നടപ്പാ പറഞ്ഞത്. നാട്ടിൽ അങ്ങനെ പലതും നടക്കും എന്ന് വെച്ചാൽ എന്റെ മക്കൾ എന്നോട് അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഒക്കെ വെറുതെ തോന്നുക ചേച്ചിയെ. ചേച്ചിക്ക് വയ്യാണ്ട് അവിടെ കടന്നു നോക്കണം. തങ്കം പറയും, കനക നിനക്ക് അമ്മ എല്ലാം തന്നല്ലേ, നീ നോക്ക്. അപ്പൊ കനകം പറയും, നിനക്കും തന്നല്ലോ, നീ നോക്ക്. അവര് തമ്മിൽ മത്സരിക്കും. നമ്മളിവിടെ പുഴുത്താണ്ട് കടന്ന് ചാവേണ്ടി വരും. ആകെ പിറ്റകാലാണ്ട് കൊടുത്താൽ മതി. അപ്പൊ അവരാ കാശും സ്വത്തൊക്കെ കണ്ടിട്ട് നോക്കും. ഞാനുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. എടാ ഞാൻ ചത്തിട്ട് ഞാനത് എങ്ങനെയാ കൊടുക്കുന്നത്? ഞാൻ ചാവുന്നതിന് മുമ്പ് അത് എഴുതി കൊടുത്തെങ്കിലേ 2ഉം കൂടെ തമ്മിൽ തല്ലി ചാവാതിരിക്കൂ. അവര് ചാവാതിരിക്കൂ. ഇതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളും അതിന് സ്വത്തൊന്നും ഇല്ലാണ്ട് ഇവിടെ കിടന്നാൽ നിങ്ങൾ നോക്കുവോ? പിന്നെ എന്നെ നോക്കാതെ എന്നെ നോക്കും. എന്റെ മക്കൾ എന്നെ നോക്കും. എനിക്ക് നല്ല വിശ്വാസം തന്നെയാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. പിന്നെ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്താണെന്ന് അറിയാമോ? പെണ്ണും പിടച്ചാണ്ട് ഈ മക്കളും ഇല്ലാത്ത നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനും ഈ ലോകത്തന്നെ ജനിച്ചത്. നമ്മുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കടന്ന പോലെ ചേച്ചി ഒന്ന് കടന്നു നോക്കണം. ഇവര് തിരിഞ്ഞു നോക്കില്ല അപ്പൊ അറിയാലോ. എടാ നമ്മുടെ അച്ഛനെ അമ്മ നോക്കിയിട്ടില്ലേ? അത് നമ്മുടെ കാലഘട്ടത്തില്. ഇപ്പോഴത്തെ കാലം അതാ. എടാ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞൊന്നുണ്ട്. നമ്മളെ മക്കളെ നോക്കിയെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ നോക്കും. അങ്ങനെ അങ്ങ് സമാധാനപ്പെടണം. അതാ ഞാൻ പിന്നെയും പറയാം, ആവശ്യമില്ലാത്തതിനെ ഇറങ്ങി പുറപ്പെടണ്ട. അതൊക്കെ കാലം കഴിഞ്ഞു കഴിയുമ്പോ അവരായിക്കോളും. ഇപ്പൊ എടുത്ത് ചാടി കഴിഞ്ഞാൽ വഴിയാധാരാവേ. അതെ, റേഷൻ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പ കൊണ്ടേക്കും വല്ല അനാഥ മന്ദിരത്തിലും. നീ ആവശ്യമില്ലാത്തവരെ എന്നെ പേടിപ്പിക്കരുത് കേട്ടാ. എന്റെ മക്കൾക്ക് എന്റെ സ്നേഹമാണെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. എന്റെ ചേച്ചി ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചേച്ചിക്ക് മക്കളോട് സ്നേഹമുണ്ട്, അതൊക്കെയറിയാം. പക്ഷെ മക്കൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. അത് തന്നെ, അതങ്ങനെയാണ്. അവർക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പ് വരണം. നിനക്ക് സംശയമുള്ളതിന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്താൻ ഇനി എന്തോ ചെയ്യണമെന്ന് പറ. ചേച്ചി ഒരു കാര്യം ചെയ്യും. നമ്മുടെ അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട പോലെ ചേച്ചിക്ക് മക്കളുടെ മുമ്പിലൊന്ന് അഭിനയിക്കാൻ പറ്റും ഒരു ദിവസം, അല്ലേ വേണ്ട കുറച്ച് നേരം. അപ്പം മക്കൾക്ക് ചേച്ചിയോടുള്ള സ്നേഹം കണ്ട എനിക്ക് ബോധ്യാവും അവരുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണോ അല്ലയോ. അങ്ങനെ ആ സ്നേഹം ആത്മാർത്ഥമുള്ളതാണെങ്കിൽ എൻ്റെ തറവാട്ടിൽ നിന്ന് 20 സെന്റ് സ്ഥലം ചേച്ചിയുടെ 2 മക്കൾക്ക് ഞാൻ എഴുതിയാണ്ട് കൊടുക്കും. ഇനി അവർക്ക് സ്നേഹം ഇല്ലെങ്കിലോ? ഈ തറവാട്ടിൽ നിന്ന് 25 സെന്റ് സ്ഥലം ഞാൻ നിനക്ക് എഴുതി തരും. അതൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. എന്നാ ചേച്ചി അവരുടെ മുമ്പിൽ അഭിനയിക്കും. ഓക്കെ അത് കൊള്ളാമല്ല. എന്റെ മക്കൾക്ക് 10 സെന്റ് വീതം കിട്ടുമെങ്കിൽ എനിക്കത് എത്ര നല്ല പുണ്യാവും. ശരി ഇതന്നെ. അമ്മേ ഞാൻ ഇന്ന് പള്ളിക്കുടുത്തി പോണില്ല. മണി അടിക്കുന്നത് ഞാൻ കേട്ട് നേരമായി. എന്നെ സാറ് അടിക്കും. പഴങ്ങഞ്ഞതാ സ്കൂളിൽ പോ മണി അടിച്ച് അടിക്കും സാറ്. ഞാൻ ഗ്രഹമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ വരുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ. രാവിലെ ഇഡലി കഴിച്ചു പോന്ന ഒരു കുഴപ്പമില്ല. അമ്മച്ചി എന്നെ വന്ന് ഊഞ്ഞാലിലാട്ടിത്ത. അമ്മച്ചി ഊഞ്ഞാല്
ചേച്ചി എന്താ ചേച്ചി? ഞാൻ അഴകേശനാ. ചേച്ചി ദേ എന്നെ നോക്ക്. ചേച്ചി ഇത്ര നേരം ഇവിടെ ഇരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അയ്യോ ചേച്ചിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണെന്നാ തോന്നുന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. വയസ്സുകാലത്ത് ഓർമ്മ പോയി, പിന്നെ മരണം വരെ തിരിച്ചു വന്നില്ല. പാരമ്പര്യമായിട്ടുള്ളതാ എനിക്ക് വരുന്ന കരുതി അത് ചേച്ചിക്കാ വന്നത്. ചേച്ചി നോക്കി നിൽക്കാതെ കനങ്ങനെ ഫോൺ ചെയ്യേ. ഇങ്ങനെ ഉണ്ടടാ. സൂപ്പർ. എനിക്ക് അറിഞ്ഞൂടെ നാഥനെ. രാവിലെ ഇഡലി കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ല ഇഡലി എങ്ങാനെങ്കിലും തൊണ്ടേ കുരുങ്ങി അങ്ങനെ വല്ല പ്രശ്നം ആയതാണോ? നാഥനെനിക്ക് വന്നോ? എന്താണ് അമ്മേ എന്തീ കാണിക്കണേ? എനിക്ക് പോണം. എനിക്ക് പോവാൻ. ഞാൻ വരുന്നു. അമ്മേ ഒരുങ്ങിട്ട് വാ. ഇതഴിച്ച് വീട്ടോ. അമ്മ അമ്മ എനിക്ക് ഓണം. അയ്യോ എന്താ ശമ്പു അപ്പൊ കൂടെ ചെറുപ്പത്തിലെ കളിച്ചോണ്ടിരുന്ന ആളാ ശംഖു. തങ്കത്തിനെ നോക്കി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കരഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങൾ കൈവിട്ട് പോയി. ഇനി പ്രതീക്ഷ വെക്കണ്ട. തങ്ക നീയൊന്നും ഒതുക്കി. എന്താ ഇപ്പൊ അമ്മ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് ഇങ്ങോട്ട് ബോധം മറിഞ്ഞതാണ്. അതെയോ? ഇപ്പൊ ചെറിയ കൊച്ചായിരിക്കുമ്പോഴത്തെ അതേ ഓർമ്മയുള്ളൂ. അയ്യോ, അപ്പൊ ഈ പോണം എന്ന് പറയണത് സ്കൂളിൽ പോണെന്നാണോ പറയണത്? നിങ്ങളിങ്ങനെ കരയല്ലേ? അതെ വേണ്ട, ശംഭുവാണ് നിൽക്കുന്നത്. ശംഭു നോക്കിയേ. ഇവിടെ ഇരിക്ക്. അയ്യോ വേണ്ട, നമുക്ക് ഇപ്പൊ ഇറങ്ങിപ്പോയാ സ്കൂളിൽ മാഷ് വഴക്ക് പറയും. ഇവിടെ ഇരിക്കേ. അതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഇപ്പൊ നിങ്ങളെ ആരും അറിയില്ല. ആ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ് പാവം. ആര് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്നും ആങ്ങളെന്ന് ഇപ്പൊ ചേച്ചിക്ക് അറിയില്ല. കണ്ടോ ഇനിയിപ്പൊ എന്തായാലും തക്കളി മോക്ക് കളിക്കാൻ ഒരു കൂട്ടായി. ഈ കനകനെന്താ കാണാത്ത? ശംഭുണ്ട്. നമുക്ക് നാരങ്ങ മിഠായി മേടിക്കാൻ പോവാം. ആ കടയിൽ ഞാൻ കൊണ്ടുപോവാം കേട്ടോ. എന്താ എന്താണ്? അതെ അളിയാ, കാര്യങ്ങൾ കൈവിട്ട് പോയി. അമ്മ എന്താണ്? എന്താ അതെ തുമ്പി തുള്ളല്. എന്താ ഇങ്ങോട്ട് നോക്കിയാ കനകനാണ്. കനക അത് അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇപ്പോ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ആയിരുന്നു. പെട്ടെന്ന് ഓർമ്മ ഇല്ലാണ്ടായ പിന്നെ പഴയതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടികളുടെ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ബുദ്ധിയാ കാണിക്കുന്നത്. കണ്ടളിയാ എന്നെ വിളിച്ച കേട്ടാ ശംഭൂന്ന്. അതെ, കൂടെ പഠിച്ച ഏതോ ചെക്കന്റെ പേര്. അമ്മ നോക്കമ്മ. ഇതിപ്പോ ഓർമ്മയില്ലാത്ത ഒരാളിനെ നോക്കാൻ പറഞ്ഞു. കരയണ അത് എന്തിനാ? നിങ്ങളെ ഒന്നും പേടിക്കണ്ട, അവിടെ കുറച്ചേരം ഇരുന്നോട്ടെ. നിങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയിക്ക, ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അല്ല അമ്മ ആശുപത്രി കൊണ്ടുപോകാൻ നല്ലത്. എന്തിന്? അപ്പൊ ആശുപത്രി കൊണ്ടുപോണ്ടേ? അതെ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കല്ല, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി. ഇവിടെ മാറി എല്ലാരും ആശുപത്രി കൊണ്ടുപോയാലും രക്ഷപ്പെടുന്ന കേസല്ല. ഇതൊക്കെ പ്രായമായതിന്റെ ഒരു അല്ല
എന്റെ കയ്യിൽ പൈസ ആകുമ്പോ ഇതൊക്കെ വരുവാ. കളയിപ്പിട്ടിട്ട് ഞാനത് എടുത്തിട്ട് വരാം, ഈ മാലയും വെക്കാം. എന്റെ അടുത്ത് ആകെ ഒരു 10,000 രൂപ എന്റെ കയ്യിൽ അത് മതിയല്ലേ, ഈ മാലയൊക്കെ വെക്കാനായിട്ട് ഒരു വണ്ടി വിളിക്ക്. എടാ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അങ്ങനെ കാശ് ചിലവാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഏട്ടാ, നോക്കി നിൽക്കാതെ വേഗം വണ്ടി വിളിക്ക്. ഞാൻ ഫാസിൽ നിന്ന് വിളിക്കട്ടെ. വിളിക്ക്, വേഗം വിളിക്ക്. എന്ത് അമ്മ, അമ്മ അവിടെ ഇരിക്കാം. അമ്മ, അമ്മ സാറിന് പേടിയാണ്. എടാ, അതൊക്കെ കുറെ കാശ് പറഞ്ഞാ മനസ്സിലാവില്ല. അതെ അമ്മാവ, ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരുന്നു. നല്ല സമയത്ത് അതെ, ഒന്നാമത് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ അങ്ങനെ കരഞ്ഞു കഴിയട്ടെ. തങ്കോ, നീ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചെല്ല്, ഒന്ന് അവിടുന്ന് മാറിന്ന്, എല്ലാവരും മാറിന്ന്, ഒന്ന് സ്വസ്ഥായിട്ട് വിട്ടെ. നീ ചെല്ല്, വെള്ളം എടുത്തുകൊണ്ട് വാ പറഞ്ഞില്ലേ. ഇച്ചിരി വെള്ളം ചെല്ല്. അല്ല, അമ്മ പോവും കൂടെങ്കിലും. ഇല്ലില്ല, ഇവിടെ ആൾക്കാരുണ്ട്. ചെല്ല്. മോരും വെള്ളം എടുക്കട്ടെ. അമ്മാവനും വെള്ളം. വിളിച്ച് ശല്യപ്പെടുത്തായിരുന്നേ. അതെ അമ്മാവ, അവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. അതെ ആ നല്ല സമയത്ത് ഈ വീടും പറമ്പൊക്കെ എഴുതി വെച്ച് തന്നിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവൂലേ. അല്ലാതെ ഹലോ ഫാസിലേ, അവിടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. നീ ഒരു കാര്യം ചെയ്യും, വണ്ടി വിളിച്ചിട്ട് പെട്ടെന്ന് പോവാ. അതെ, എൻ്റെ കയ്യിൽ പൈസ കുറവ്, ഒരു 2,000-3,000 രൂപയേ ഉള്ളൂ. നീ ഒരു 10,000-15,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാവുന്ന കൂടെ ഏർപ്പാടുണ്ടാക്ക് കേട്ടാ. ആ എന്നിട്ട് വേഗം വാ. ആ ശരി ശരി അമ്മ രാന്ന് വേഗം വരുവേട്ടാ. ആ അതെ, ഇങ്ങോട്ട് വന്നേ. എന്തമ്മാ ഇങ്ങോട്ട് വാ. എന്തമ്മോ, നിങ്ങളിപ്പോ എന്താ തീരുമാനിച്ചത്? എന്താ ആശുപത്രി കൊണ്ടുപോവാ? എന്തിനടാ? എടാ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ അസുഖം വന്നതാണ്. മരണം വരെ അത് മാറിയില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരു 50,000 ഉറുപ്പ്യ ചെലവാക്കി. ഇന്ന് ആശുപത്രി കൊണ്ടുപോയ 5 ലക്ഷം ഉറുപ്പ്യോളം ചെലവാകും. അമ്മാവ പൈസ ചെലവാവണം നോക്കിയിട്ട് എന്താ കാര്യം? അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ വെച്ചോണ്ടിരിക്കണോ? എടാ, മാറാത്തൊരു അസുഖത്തിന് വെറുതെ 5 ലക്ഷം കടം മേടിച്ചിട്ട് വെറുതെ മാറോ മാറില്ലേ നമ്മൾ കൊണ്ടുപോയാലല്ലേ അറിയൂ. മാറില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് സംഭവിച്ചല്ലേ. അമ്മാവനെന്തിനാ ഇങ്ങനെ തടയണേ? അല്ല, ഈ ആശുപത്രിക്ക് കൊണ്ടുപോയ അമ്മാവൻ എന്താ കുഴപ്പം? അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെന്താ? ഞങ്ങൾക്ക് വയസ്സായി. ഞങ്ങൾ പൈസ നോക്കണില്ല, അതിന് പൈസ ചെലവായിക്കോട്ടെ. എടാ, അത് മാത്രല്ല കഴുതായി, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. തക്ലിമോലുള്ള ചേച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതിന് ഉള്ള സ്വത്ത് മുഴുവൻ അങ്ങടെ എഴുതി വെക്കും. ബോധം വന്നാ ഇങ്ങനെ കിടന്നോട്ടെ, അതാ നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ അമ്മാവ് എങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? അത് ഇങ്ങനത്തെ ഒരു സന്ദർഭത്തില് അതന്നെ, വിഷം കുത്തി വെക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാം. അതെ, ഞങ്ങൾക്ക് സ്വത്ത് മുതലൊന്നല്ല വലുത്, ഞങ്ങൾക്ക് അമ്മേനെയാണ് വലുത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു, ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അല്ലടാ, ഞാൻ അതല്ല പറയുന്നത്. അതല്ല, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ അമ്മയുടെ ആംഗ്ല തന്നെയാണോ? ആണോ? അതേലോ, ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയ സന്ദർഭം ഇതല്ല. അമ്മ ഇപ്പൊ ആദ്യം ആശുപത്രി കൊണ്ടുപോയി, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മതി. വടി കൊട്ട്. അല്ലടാ, നിങ്ങളൊരു മനുഷ്യനാണോ? വടി. തങ്കം, അമ്മയ്ക്ക് കുടിക്കാനുള്ള വെള്ളം ഇച്ചിരി തിളപ്പിച്ചെടുത്തോ. അത് അണ്ണാക്കിലോട്ട് ഒഴിക്കുമ്പോഴെങ്കിലും കിളക്കി ഓർമ്മ വരുമെന്ന് നോക്കാമല്ലോ. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ആട്ടും കാട്ടും ചക്കര മുട്ടായും തിരിച്ചറിഞ്ഞുകൂടാത്ത പരുവത്തിലായി. പട്ടക്കിളവി നോക്ക്, ഇതല്ല ഇതിലപ്പുറം വരണം. പണ്ട് ആ പെണ്ണിനെ കിട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? മണം കൊള്ളാഞ്ഞാൽ വകയ്ക്ക് കൊള്ളാത്തവൻ അലവിലാതി കൊഞ്ഞാളൻ. ഓർമ്മയല്ലോ ഉണ്ടാ അതൊക്കെ? നീ ആരാടാ? ഞാനേ അങ്കമാലിയിലെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്. ഇവിടെ ഇരിക്കും. ഇത് പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. നമുക്ക് ഇവിടെ ചെറിയൊരു സന്ധി സംഭാഷണമൊക്കെ നടത്തിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് കാറെ കൊണ്ടുവിടാൻ ഞാൻ കേട്ടോ. അതെ, ഞാനൊരു കടലാസ് തന്നാൽ ഒരു ഒപ്പിട്ട് തരുമോ? ഞാൻ ഒപ്പിട്ട് തരാം. തരുമോ? എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഉണ്ടാക്കാം, പ്രധാനമന്ത്രി ഉണ്ടാക്കും. പക്ഷെ ഒപ്പിട്ട് തരണം. പറ്റിക്കില്ലല്ലോ. നീ ആരാന്നാ പറഞ്ഞേ? ഞാൻ ഹവീൽദാർ വീരഭദ്രൻപിള്ള. വീരഭദ്രപിള്ള എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്. കിളവിയുടെ കെട്ടിയോന്റെ പേര് ഓർമ്മയില്ലേ? അതെ, നമ്മൾ ഒപ്പിട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവാക്കാം കേട്ടോ. ഇവിടെ ഇരിക്കും, ഞാൻ കൊണ്ടാക്കാം കേട്ടോ. നീ ആരാന്നാ പറഞ്ഞേ? ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ്. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നോ. ഇവിടെ ഇരിക്ക് പറയട്ടെ. പിന്നെ ഈ ട്രംപണ്ണന് ഈയിടെയായിട്ട് ഇച്ചിരി ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ ഈ കടക്കട മാലയും ഈ വളയും ട്രംപണ്ണന് തരുമോ? അയ്യോ, അങ്ങനെ പറയല്ലേ. ഇവിടെ ഇരിക്ക്, വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഈ വളയും ഈ മാലയും ട്രംപണ്ണന് തന്ന ട്രംപണ്ണൻ കൊണ്ടാക്കാം. ഞാൻ തരൂല, എന്നെ കൊണ്ട് വീട്ടിലാകട. അല്ലെങ്കിൽ ട്രംപണ്ണ ഊരി എടുക്കും ഞാൻ. ഇത് ഊരി എടുക്കും. അതെ, ഉറുമ്പ് ഈ കട്ടിൽ നിറയെ ഉറുമ്പ. അതെ തങ്കം, ഇത് പോയത് പോയി അമ്മയ്ക്ക്. ഇനി ഇത് ഒറ്റ കാര്യമുള്ളൂ.
കനകന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ നല്ലതായിരുന്നു. എന്താ? അല്ല ഞാൻ പറയായിരുന്നു, ഇപ്പം എന്തായാലും അമ്മയ്ക്ക് ഇത് സംഭവിച്ചു. ഇനിയിപ്പോ നമ്മൾ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകണ്ട, പ്രായമായതിന്റെ ലക്ഷണങ്ങളാണ് ഇത്. ഇത് ഇങ്ങനെ ഇത് തന്നെ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടാ. നീ ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഓ ഞാനൊന്നും പറയുന്നില്ല. ഇല്ലെങ്കിലും അറിവ് വിവരമുള്ളവർ വല്ലതും തങ്കം. പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇവിടെ ആരും അമ്മയുടെ ഡ്രസ്സ് എന്തെങ്കിലും മാറ്റിക്ക് കേട്ടാ. ഈ ഡ്രസ്സ് മതിയോ? ഇത് മതിയോ? അതൊക്കെ മതി ഏട്ടാ. ഏട്ടാ പറ. തലമുടിയൊക്കെ നേരെ കെട്ട്. അമ്മേ Alien versus Alien.